ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ ആദ്യത്തെ ആഴ്ച, പ്രഗ്നൻസിയിലെ ആദ്യത്തെ ആഴ്ച തൊട്ട് 10ാമത്തെ ആഴ്ച വരെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും അമ്മയുടെ ലക്ഷണങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഗർഭിണിയുടെ ലക്ഷണങ്ങളെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ 11th വീക്ക്, അതായത് 11ാമത്തെ ആഴ്ചയിൽ ബേബിയുടെ ഡെവലപ്മെൻറ്റും ഗർഭിണിക്കുണ്ടാകുന്ന ലക്ഷണങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 11 വീക്ക് എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ളതൊരു 29 വീക്കാണ് എന്നുള്ളത് ആലോചിക്കുക. അതായത് ഇപ്പോൾ 2 മാസവും 2 ആഴ്ചയിലുമാണ് ബേബി ഡെവലപ്മെൻറ്റും ഗർഭിണിയുടെ ആ ഒരു വീക്കും വന്ന് നിൽക്കുന്നത്. അതായത് എത്ര മാസം എന്നുള്ളതും, അതായത് 2 മന്ത്സും 2 വീക്കും. അപ്പോൾ ഇനിയുള്ളത് ഒരു 29 വീക്കാണ്. അപ്പോൾ അതിൽ 11 വീക്ക് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതും കൂടെയാണ്. പക്ഷേ ഈ സമയത്ത് ചിലർക്ക് വയറ് അധികം കാണില്ല. പക്ഷേ ചിലർക്ക്, അതായത് ട്വിൻ പ്രഗ്നൻസിയോ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയൊക്കെ ആണെങ്കിൽ അതിൽ വയറ് കുറച്ച് കൂടുതലായിരിക്കും. അതല്ലാതെ ആയിട്ട് ഇപ്പോൾ സെക്കൻഡ് ഡെലിവറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് ഡെലിവറിയൊക്കെ ആവുന്ന ആൾക്കാർക്കും ഈ ടൈമിൽ വയറ് തോന്നിക്കാറുണ്ട്. പക്ഷേ ആദ്യത്തെ പ്രസവം കഴിവതും ഈ സമയത്ത് അധികം വയറ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അയ്യോ വയറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നീടുള്ളത്, ഈ സമയത്ത് ഗർഭിണികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് നേരത്തെ ഉള്ള വീക്കിനെക്കാട്ടിയും കുറവായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് മാത്രമേ ഇതിൽ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണത്തുള്ളൂ. എന്നാലും പൊതുവേ എല്ലാവർക്കും ഈ സമയം തൊട്ട് ലക്ഷണങ്ങൾ കുറഞ്ഞു വരും. അതായത് ഓക്കാനം, ഛർദി, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധ പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ, ഗ്യാസ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്ന ടെൻഡൻസി, തലവേദന, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ വിഷമം വരും, പെട്ടെന്ന് തന്നെ സന്തോഷം ഉണ്ടാവും. അങ്ങനെ മൂഡ് സ്വിങ്സ് മാറി മാറി നിൽക്കും. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. പിന്നെ ചിലർക്ക് ഈ ടൈം തൊട്ട് ചില പിമ്പിൾസൊക്കെ വന്നു തുടങ്ങും. മുഖത്തും ബ്രസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ പിമ്പിൾസൊക്കെ വന്നു തുടങ്ങും. അതുപോലെ തന്നെ ബ്രസ്റ്റ് വലുതാകാൻ തുടങ്ങും. ബ്രസ്റ്റ് ഭയങ്കര പെയിനായിട്ട് തോന്നും, നല്ല കട്ടി പോലെ ഇരിക്കുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ വെയിൻസൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഏരിയയുള്ള ഭാഗത്ത് ഇച്ചിരി ഡാർക്കായിട്ട്, നേരത്തെക്കാട്ടിയും ഇച്ചിരി ഡാർക്കായിട്ട് ഒരു കളർ ചേഞ്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇതൊന്നും ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അമ്മമാർക്ക്, അതായത് ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത്, അതായത് കഴിഞ്ഞ ആഴ്ച വരെ കുറച്ച് ലക്ഷണങ്ങൾ, അതായത് മെയിനായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കുറച്ച് കഠിനമായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇനി നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ഒരു ടൈമാണ്, നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട ടൈമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം, അതായത് കഴിഞ്ഞ ഓക്കാനം ഛർദിയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അത് കുട്ടിക്ക് നല്ല ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകൾ, നല്ല ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ്സ്, അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ്സ്, അതെല്ലാം നന്നായിട്ട് കഴിക്കുക. എല്ലാ ന്യൂട്രിയൻസൊക്കെ കുഞ്ഞിനും ലഭിക്കണം. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ, മലക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറയാം. കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഓർഗൻസ് എല്ലാം ഡെവലപ്മെൻറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തല ഈ വീക്കിലും ശരീരത്തിനെക്കാട്ടിയും വലുതായിരിക്കും. വിരലുകൾ രൂപപ്പെട്ടിട്ടുണ്ടാവും, കാൽവിരലുകളും കൈവിരലുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവും. കുഞ്ഞിന് ഇപ്പോൾ ടേസ്റ്റും, ഓർഗൻസ് എല്ലാം ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ടേസ്റ്റും സോളോ ഒക്കെ കുഞ്ഞ് ചെയ്യാറുണ്ട്. സ്മെല്ലൊക്കെ അറിയാൻ പറ്റും, ടേസ്റ്റും അറിയാൻ പറ്റും. പിന്നീടുള്ളത് കിഡ്നി, ബ്ലാഡറൊക്കെ അതിൻ്റെ ഫങ്ഷൻ ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇപ്പം ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അവരുടെ ഓർഗൻസ് ഡെവലപ്മെൻറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ 11th വീക്കിൽ കുഞ്ഞിൻ്റെ നീളം എന്ന് പറയുന്നത് 4.1 സെൻറ്റിമീറ്ററും വലിപ്പം എന്ന് പറയുന്നത് അത്തിപ്പഴത്തിൻ്റെ ഒരു വലിപ്പമായിരിക്കും. വെയിറ്റ് എന്ന് പറയുന്നത് 7 to 8 ഗ്രാംസും ആയിരിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് വഴി തന്നെ കുഞ്ഞ് അനങ്ങുന്നതൊക്കെ കാണാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ് 11th വീക്ക് എന്ന് പറയുന്നത്.
പിന്നീട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. എന്താണ് ഡോക്ടറിനെ കാണാനുള്ള ടൈം ഒരിക്കലും മിസ്സാക്കില്ല. അവർ പറയുന്ന ഒരു ടൈം തന്നെ ആ ഡേറ്റിൽ തന്നെ പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡും വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തുക. കഴിവതും ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. അതായത് ഇതുവരെ ഓക്കാനോ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇനി പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊക്കെ നമ്മുടെ കുഞ്ഞിനും അമ്മയ്ക്കും ദോഷകരമാണ്. അത്തരം ഫാസ്റ്റ് ഫുഡ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഏജൻസ് ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അതൊക്കെ കുഞ്ഞിനും ദോഷകരമാണ്. അതുപോലെ തന്നെ കോഫിയുടെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക. പിന്നീട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. കഴിവതും ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. വീട്ടിലുള്ള ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. ഈ മലബന്ധം മെയിനായിട്ട് ഗർഭിണികളെ അഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ 12th വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ്, അതുപോലെ തന്നെ കുഞ്ഞിന് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാവും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്